ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഞങ്ങൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ലണ്ടൻ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാച്ച് വാങ്ങിക്കൊടുക്കാനാണ് പ്ലാൻ. നന്നായി. അപ്പം അതിനൊരു ഷോപ്പ് തപ്പി നടക്കുക. ഇവിടെ ഒരാൾ ഗൂഗിൾ എനിക്ക് വാച്ച് വാച്ച് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഷോപ്പ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. ഗൈസ്, ഫസ്റ്റ് നമ്മൾ ഒരു ഷോപ്പിൽ കയറി. എന്തായിരുന്നു എൻ്റെ പേര്? സ്വാച്ച്. പക്ഷെ അവിടെ സ്വാച്ച് എന്നാണ് ഞങ്ങളിപ്പോൾ പറയാൻ പോകുന്നത്. അവിടെ ഒരു നമ്മുടെ വൈബിന് പറ്റിയൊരു നമ്മൾ ഉദ്ദേശിച്ചിറങ്ങിയ ആ ഒരു വാച്ച് അവിടെ ഇല്ല. അവിടെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത വാച്ച്, അതെ, നമ്മൾ ഉദ്ദേശിച്ച വാച്ച് അവിടെ ഇല്ല. ഓക്കെ, ഇനി അടുത്ത കടയിൽ പോവാം ഗൈസ്. അതിനുശേഷം ഞങ്ങൾ രണ്ട് ഷോപ്പിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല, മനസ്സിലായോ? അപ്പോൾ ഞങ്ങൾ അവരോട് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ബസ് പിടിച്ചൊരു 20 മിനിറ്റ് പോയാൽ ടീഷർട്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് നോക്കിയിട്ട് തിരിച്ചു വരും നമ്മൾ. അതാണ് നമ്മുടെ പ്ലാൻ. എന്തോ മൈമാണോ? നമ്മുടെ സ്റ്റോപ്പ് എത്താറായി. ഇങ്ങോട്ടല്ല, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് ഉറപ്പിക്കോടെ. നടന്നു നോക്കാം, മാറുന്നുണ്ടോന്ന് അറിയാലോ. നീ വന്നേ, നമ്മൾ അങ്ങോട്ടാണ്. അത് അനങ്ങുന്നില്ലേ? നെറ്റില്ലേടെ? റോങ് ഡയറക്ഷൻ. കമാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഗേസ്, ഞാൻ പറഞ്ഞതാണ് ശരി. അപ്പൊ അവൾ കേൾക്കത്തില്ല. ലെഫ്റ്റ് എടുക്കാം. ലെഫ്റ്റാ? വഴി തെറ്റി. അല്ലെങ്കിലും പണ്ടേ ഞങ്ങക്ക് ലെഫ്റ്റും റൈറ്റും അറിയത്തില്ല ഗേസ്. നിങ്ങൾ വാടി. കറക്റ്റ് തന്നെ അല്ലേ? കൊള്ളാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഷോപ്പിൽ പോയിട്ട് കാണിക്കാം. വാച്ച് ഹൗസ് ഗൈസ്. വാച്ച് ഹൗസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു ഗൈസ്. ഇവിടത്തെ തെരുവ് നാടകം.
ഗൈസ്, വാച്ച് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ മെഗ്ഡി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. ഫ്രോസൺ ആയി നിൽക്കുന്ന ഗൈസ്, നോക്ക്. ഫ്രോസൺ ഗൈസ്. നിങ്ങൾക്ക് ഞങ്ങളെ കാണാൻ പറ്റത്തില്ല, ഇരുട്ടായി പോയി ഗൈസ്. ഞങ്ങള് ഫ്രൂട്ട്സ് വെച്ചിട്ടാണല്ലോ കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ടൂത്ത് പിക്ക് വേണം. അത് വാങ്ങാൻ വേണ്ടിയിട്ട് ദേ അടുത്തുള്ള കടയിലേക്ക് പോവാണ് ഗൈസ്. ഇവള് കൈ പോക്കറ്റൊന്നും എടുക്കത്തില്ല ഗൈസ്. ആ വെട്ടുണ്ട്. കാലനങ്ങുന്നില്ലെന്ന് നോക്ക്. ഞാൻ ഷൂസ് ഒന്നും ഇടാതെ പുറത്തിറങ്ങി വന്നത്. സ്ലിപ്പാവാണ്ട് നോക്കോട്ടാ. ഓ പോത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ കാണിക്കാം കേട്ടോ. നമ്മൾ ഷേപ്പാണ് നോക്കുന്നത്. തണ്ണിമത്തൻ കട്ട് ചെയ്ത് ഫുൾ റെഡ് കളറാക്കി വെച്ചിട്ടുണ്ട്. ഫുൾ റെഡ് കളർ അല്ലാതെ പിന്നെ തണ്ണിമത്തൻ ഏത് കളറാണ്? അങ്ങനെയല്ല, അതിന്റെ പുറത്തുള്ള സാധനങ്ങളൊക്കെ മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ തൽക്കാലം ഇത് രണ്ടും വെക്കുക, എന്നിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വല്ലതും വരുമോ നോക്കാം. അതല്ലേ, അതായിരിക്കും നല്ലത്. അപ്പൊ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാം. സോ സിമ്പിൾ. ഓണാക്കി വെച്ചിട്ട് അങ്ങോട്ട് ഇതിന്റെ ഇടയിൽ ചിക്കൻ കറി അടുപ്പിരിക്കുന്ന കാര്യം മറന്നു. പോയിട്ട് വരാം. ഒരു വഴിക്ക് പോകല്ലേ. ഇതിപ്പോ വെട്ടിക്കോളാണ്. ത്രികോണേന്നാക്കി നാശം. കെട്ടാനോ അല്ല വെട്ടാൻ. ഞാൻ അവളോട് പറഞ്ഞതാ വെട്ടാൻ. അപ്പൊ അവള് വെട്ടു. ഞാൻ വെട്ടി. എനിക്ക് പോലെ ഞാൻ വെട്ടി. വെട്ട് ഇങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? അങ്ങനെ ചെറുതായിട്ട് വെട്ടിക്കളയാ. മതി മതി മതി, ഇനി പിടിക്കണ്ട. മതിയാ ഗൈസ്, ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ഇത് നിനക്ക് നേരത്തെ അങ്ങ് ചെയ്താൽ പോരായിരുന്നു. വെറുതെ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ച എന്തിനാ? ഞാനറിഞ്ഞു ഇത്രയ്ക്ക് മണ്ടത്തരം നീ കാണിക്കുന്നു. പിന്നെ പണ്ടെനിക്ക് കേക്ക് ഉണ്ടാക്കലല്ലായിരുന്നു പണി. എനിക്ക് പിന്നെ ഇതായിരുന്നല്ലോ. ഇതിപ്പോ വെട്ടി വെട്ടി ഇതിന്റെ ഷേപ്പ്. അയ്യോ, ഈ സൈഡൊക്കെ കോമഡിയാ. അതെ, ഇത്രയും ഇതാണ് നമ്മുടെ ഫ്രണ്ട് വശം. ആ ഒരു ഡെഡിക്കേഷൻ കണ്ടോ ഗൈസ്. അതെങ്ങനെ അവള് കൊളാക്കിട്ട് ഞാൻ റെഡിയാക്കുക. ബട്ടർ ഒഴിക്കുമ്പോഴാണ് ഗീ ഉണ്ടാകുന്നത്. ഗീ ഉണ്ടാകുന്നതിന് മുന്നെയാണ് ബട്ടർ ഉണ്ടാകുന്നത്. കോഴിയാണോ മുട്ടയാണോ ഗൈസ് ആദ്യം വന്നത്? കോഴിമുട്ടയാണോ ആദ്യം വന്നത്? പിന്നെ എന്തൊക്കെ മാറി
ചോദിക്കുന്നത്. നീ പോയി അവിടെ ബ്രൗണി ആകുമ്പോ വിളിക്കാം. എനിക്ക് ഉത്തരം വേണം യുവർ ഓണർ. ഗൈസ് എന്നോട് ചോദിക്കുന്നു ബട്ടറും ഗീയും തമ്മിലുള്ള വ്യത്യാസമുണ്ടോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബിലോ. പിന്നെ ഇതുപോലെ എനിക്ക് വേറെ സംശയം കൂടെ ഉണ്ട്. അയ്യോ എന്താണോ? കേടും യോഗട്ടും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെ അത് നമ്മളുണ്ടാക്കുമ്പോ കേടും കടയിൽ ഉണ്ടാക്കുമ്പോ യോഗട്ടും. ഇതൊക്കെ ഞാൻ വിശ്വസിക്കും. നമുക്ക് ഗൂഗിളിലൂടെ വെച്ചാലോ? വേണ്ട, എനിക്ക് അറിയത്തില്ല. ഇത് മിക്സ് ചെയ്തിട്ട് വേണം ഇടാം. മിക്സ് ചെയ്ത് വേണം ഇടാം. അപ്പൊ എന്തായാലും മൊത്തം ഇടും. അല്ലെങ്കിൽ കട്ട വരും. മനസ്സിലായോ? അല്ലെ കട്ട വരും. പിന്നെ തണ്ണിമത്തം നശിപ്പിച്ച അത്രയൊന്നും ഞാൻ നശിപ്പിച്ചിട്ടില്ല. ഇതൊന്നും പിന്നെ ഞാൻ ഇതുപോലെ തുറക്കും. ഇങ്ങനെ തിന്നാൻ പറ്റുമോ? എന്റെ പൊന്ന് ഗൈസ്, എനിക്ക് പേടിയാണ് ഇത് വെക്കുന്നത് വരെ. ഇവളല്ലെങ്കിൽ ഇത് തക്കി തീർക്കും. എനിക്കത് ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ എനിക്കറിയാം നീ അതിനകത്ത് കഴിക്കും. ഇപ്പൊ തന്നെ